Hi guys, you are watching KP's Tally class. It's me KP Rashik. ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ ടാലിയിൽ എങ്ങനെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എൻട്രി ചെയ്യാൻ നോക്കാം. ഇതിലൂടെ പഠിക്കുന്നത് എങ്ങനെ കോൺട്ര എൻട്രി, അതേപോലെ പേയ്മെൻറ്റ് വൗച്ചർ, റിസീപ്റ്റ് വൗച്ചർ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇതിന് മുന്നേയുള്ള വീഡിയോകൾ ഞാൻ പാർട്ടുകളായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെ ടാലി ഡൗൺലോഡ് ചെയ്യാം, കമ്പനി ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജർ ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ കമ്പനിയിൽ GST റേറ്റ് സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതെല്ലാം മുന്നേയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ എൻട്രി ചെയ്യാം എന്ന് നോക്കാം. ഞാനിവിടെ എക്സൽ ഫയലിലായിട്ട് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് 5-6 എൻട്രികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻട്രി നോക്കാം. 1/4/2020 HDFC ബാങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തതാണ് 5 lakh rupees. അതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ അക്കൗണ്ടിങ് അറിയാമെന്ന് തോന്നുന്നു. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോ ലെങ്തായി പോകും. അതുകൊണ്ട് ഞാനിവിടെ അക്കൗണ്ടിങ് എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. HDFC ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ടാണ്. ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്യാഷും HDFC ബാങ്കുമാണ്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് അണ്ടർ കൊടുക്കേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡും HDFC ബാങ്കിന് ബാങ്ക് അക്കൗണ്ട്സുമാണ് വേണ്ടത്. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻ്റെ അക്കൗണ്ടിങ് എൻട്രി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏതെല്ലാം അതിന് അണ്ടർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻട്രി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ടാലിയിൽ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ട്രാൻസാക്ഷൻ എന്നതിൻ്റെ താഴെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് കാണാം. ഞാൻ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ പേയ്മെൻറ്റിലാണ് വരിക. ഞാനിവിടെ ഇത് കോൺട്ര എൻട്രിയാണ്, അഥവാ ക്യാഷും ബാങ്കും ഉള്ള എൻട്രികൾ കോൺട്ര എൻട്രി എന്നാണ് പറയുക. സോ ഞാനിവിടെ നിങ്ങൾക്ക് കീബോർഡിൽ F4 എന്ന കീ നോക്കിയാൽ കോൺട്രയിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങളിവിടെ സൈഡ് മെനുവിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് കട്ടുകൾ. സോ ഞാനിവിടെ F4 എന്നത് ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ കോൺട്ര എന്നതിലേക്കാണ് വന്നത്. ആദ്യം നമുക്കറിയാം ഇവിടെ ഡേറ്റ് ആണുള്ളത്. ഡേറ്റ് ഇവിടെ ഓൾറെഡി 1st April 2020 തന്നെയാണ്. ഇവിടെ എല്ലാ ഡേറ്റുകളും 1st April 2020 തന്നെയാണ്. വ്യത്യസ്ത ഡേറ്റുകൾ എനിക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം ഈ വേർഷൻ ടാലിയുടെ വേർഷൻ എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ഡേറ്റ് മാത്രമേ ഇതിൽ കിട്ടുകയുള്ളൂ. സോ ഫസ്റ്റാണ് നിങ്ങളുടെ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സോ 1st April എൻട്രി ചെയ്യുന്നത്, കോൺട്ര എൻട്രിയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ക്യാഷ് HDFC ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്താൽ HDFC ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂടും, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് കുറയും. സോ അതാണ് അക്കൗണ്ടിങ് എൻട്രി. HDFC ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാഷും HDFC ബാങ്കുമാണ്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം എന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. ഓക്കെ, അക്കൗണ്ടിങ് എൻട്രി HDFC ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. സോ ഞാൻ ആദ്യം ഇവിടെ HDFC ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ക്യാഷാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. സോ ക്യാഷ് സെലക്ട് ചെയ്തു. എത്ര രൂപയാണ്? 5 lakh rupees ആണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തത്. സോ ഞാനിവിടെ 5 lakh എന്നടിക്കുന്നു. 5 lakh അടിച്ച് എൻ്റർ അടിച്ചു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും HDFC ബാങ്കിൽ ഇപ്പോൾ കറൻറ്റ് ബാലൻസ് 35 lakh rupees ഉണ്ട്. ക്യാഷിൽ കറൻറ്റ് ബാലൻസ് 7 lakh rupees ആണ് ക്യാഷ് ഉള്ളത്. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ HDFC ബാങ്കിൽ ക്രിയേഷൻ സ്ക്രീൻ ആയതുകൊണ്ട് HDFC ബാങ്കിൽ എങ്ങനെയാണ് ബാങ്കിലേക്ക് എമൗണ്ട് എത്തിയത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഇവിടെ ഇതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ബാങ്ക് ഏതാണ് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് നരേഷൻ സ്ക്രീനാണ്. നമുക്കിവിടെ നരേഷൻ കൊടുക്കുക. നരേഷൻ എന്നുള്ളത് നമ്മൾ ഈ ഒരു എൻട്രി ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് എഴുതാനാണ്. നമുക്ക് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാനിവിടെ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്കാണ്. സോ ഞാനിവിടെ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻറ്റു ബാങ്ക് എന്ന് എഴുതുന്നു. ഇൻറ്റു ബാങ്ക് എന്ന് എഴുതി. ഓക്കെ, വീണ്ടും എൻ്റർ ചെയ്യുന്നു. ഈ സ്ക്രീന് ആക്സെപ്റ്റ് ചെയ്യുന്നു. യെസ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, യെസ് ചെയ്തു. ഇനി അടുത്ത എൻട്രി നോക്കാം. ഈ ഒരു എൻട്രി നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എൻട്രി നോക്കാം. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. SBI ബാങ്കിൽ നിന്നും 20,000 rupees ക്യാഷ് വിഡ്രോ ചെയ്തു എന്നാണ് ഈ എൻട്രി. സോ അതും കോൺട്ര എൻട്രി തന്നെയാണ്. സോ നമുക്ക് കയ്യിലേക്ക് ഇവിടെ എൻട്രി നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ കയ്യിലേക്ക് ക്യാഷ് കിട്ടി, ബാങ്കിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞു. സോ ഞാനിവിടെ അടിക്കുന്നു. നമുക്ക് കയ്യിലേക്ക് കിട്ടിയത് ക്യാഷാണ്. സോ ക്യാഷ് ചെയ്തു. SBI ബാങ്കിൽ നിന്നാണ് ക്യാഷ് വിഡ്രോ ചെയ്തത്. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എൻ്റർ ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് വിഡ്രോ ചെയ്തത് 20,000 rupees ആണ്. 20,000 എന്ന് അടിക്കുന്നു, എൻ്റർ ചെയ്യുന്നു. ഇവിടെ ബാങ്കിൻ്റെ അലൊക്കേഷൻ സ്ക്രീനിൽ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. സോ നരേഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ആ സ്ക്രീന് ചെയ്തു. ഇനി അടുത്ത എൻട്രി എന്താണെന്ന് നോക്കാം. സാലറി പെയ്ഡ് ഇൻ ക്യാഷ്, അഥവാ നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുത്തത് 10,000 rupees ആണ് സാലറി.
സോ അതിൻ്റെ എൻട്രി സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട സാലറിയും ക്യാഷാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒരു തവണ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് എന്നുള്ളത് ഒരുപാട് കാണാൻ പറ്റും. ക്യാഷ് എന്നുള്ളത് ഒന്ന് മതി. അതുപോലെ SBI ബാങ്ക് ഒന്ന് മതി, HDFC ബാങ്ക് ഒന്ന് മതി. ഓക്കെ, എൻട്രി സാലറി പെയ്ഡ് ചെയ്ത് എങ്ങനെയെന്ന് നോക്കാം. സോ അത് ഞാനിവിടെ കോൺട്രാ എൻട്രി എന്നുള്ളത് മാറ്റി. ഇത് നമുക്കറിയാം കമ്പനിയുടെ ഒരു ചിലവാണ്. അപ്പോൾ അത് പേയ്മെൻ്റ് ആണ്. നമുക്ക് അവിടെ പേയ്മെൻറ്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് കീബോർഡിൽ F5 എന്ന് നോക്കാം. ഞാനിവിടെ പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് വൗച്ചർ ആയിട്ടുണ്ട്. ആദ്യം ഡേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് ആയിട്ടാണ് ഇവിടെ സാലറി കൊടുത്തത്. സോ ഞാനിവിടെ ക്യാഷ് എന്ന് കൊടുക്കുന്നു. മുകളിലെപ്പോഴും ക്യാഷോ ബാങ്കോ ആയിരിക്കും വരിക. സോ ഞാൻ ക്യാഷ് കൊടുത്തു. സാലറിയാണ് കൊടുത്തത്. സോ സാലറി സെലക്ട് ചെയ്തു. എത്രയാണ് സാലറി കൊടുത്തത്? 10,000 റുപ്പീസാണ് സാലറി കൊടുത്തത്. 10,000 എൻ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് നറേഷൻ കൊടുക്കാം. സാലറി പെയ്ഡ്, ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ് ടു അനാം എന്ന് കൊടുത്തു. എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു വൗച്ചർ എൻട്രി ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്തത് റെൻറ്റ് പെയ്ഡ് ത്രൂ SBI ബാങ്ക് അക്കൗണ്ടാണ്. SBI ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് റെൻറ്റ് പേ ചെയ്തു. ഓക്കെ, എൻ്റെ എൻട്രി ഇവിടെ കാണാം. റെൻറ്റ് അക്കൗണ്ട് ടു SBI ബാങ്ക് അക്കൗണ്ട്. സോ അത് പേയ്മെൻറ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നായത് പോയത് കൊണ്ട് ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. അത് റെൻ്റാണ് കൊടുത്തത്. സോ റെൻറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. എത്ര രൂപ കൊടുത്തത്? 8,000 റുപ്പീസാണ് ഒരു മാസത്തെ റെൻറ്റ്. സോ 8,000 എന്ന് കൊടുക്കുന്നു. ബാങ്ക് ആയതുകൊണ്ട് ബാങ്ക് അലോക്കേഷൻ സ്കീം കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. നറേഷൻ കൊടുക്കാം. ബാങ്ക് റെൻറ്റ് പെയ്ഡ് ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് എന്ന് അങ്ങനെ എന്തോ കൊടുക്കുക. എൻ്റർ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ എൻട്രി ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് റോയൽറ്റി റിസീവ്ഡ് 20,000. HDFC ബാങ്കിലേക്ക് നമുക്ക് 20,000 രൂപ റോയൽറ്റി കിട്ടിയതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇങ്കാണ്, ബാങ്കിലേക്കാണ് വന്നത്. സോ ഞാനിവിടെ പേയ്മെൻറ്റ് വൗച്ചർ അല്ലാതെ ആക്ച്വലി റിസീപ്റ്റ് വൗച്ചറാണ്, നമ്മളെ കമ്പനിയിലേക്ക് കിട്ടിയതാണ്. സോ ഞാൻ റിസീപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഏത് ബാങ്കിലേക്കാണ് വന്നത്? HDFC ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വന്നത്. സോ ഞാനിവിടെ HDFC എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ റോയൽറ്റി എന്ന അക്കൗണ്ട് സെലക്ട് ചെയ്തെടുക്കും. കാരണം റോയൽറ്റിയാണ് നമുക്ക് കിട്ടിയത്. റോയൽറ്റി സെലക്ട് ചെയ്തു. എത്ര രൂപയാണ് കിട്ടിയത്? 20,000 റുപ്പീസാണ് കിട്ടിയത്. സോ 20,000 എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് നറേഷൻ കൊടുക്കാം. ബാങ്ക് അലോക്കേഷൻ സ്കീമിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഓക്കെ, നറേഷൻ കൊടുക്കാം, അക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എൻട്രികൾ എൻ്റർ ചെയ്യാം. നിങ്ങൾക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് അവിടെ കാണാൻ കാരണം ഞാൻ മുന്നേ സ്റ്റോക്ക് ഐറ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെൻറ്റ്, സാലറി നമ്മൾ കൊടുത്തത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകം, റോയൽറ്റി വന്നത് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാം. ബാലൻസ് ഷീറ്റിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലെഡ്ജർ വൈസ് എടുക്കാം. ബാങ്കിൽ ഞാനിവിടെ കറൻറ്റ് അസറ്റ്സ് അണ്ടറിലാണ് അതെല്ലാം വരിക. ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് ഞാൻ മുന്നേ എൻ്റർ ചെയ്തതാണ്, അത് ഇപ്പോൾ എൻ്റർ ചെയ്തതല്ല. പിന്നെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് 7,10,000 കാണാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, HDFC, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിലേക്കെല്ലാം അലോക്കേറ്റ് ക്യാഷ് ബാങ്കിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് പേയ്മെൻറ്റ് എൻട്രി, അതേപോലെ റെസിപ്റ്റ് എൻട്രി, കോൺട്രാ എൻട്രി ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.